ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അടുത്തൊരു ലിങ്ക് ലിസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ലീനിയർ ഡാറ്റ സ്ട്രക്ചറിനകത്തെ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതിനകത്ത് നമ്മൾ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് മാത്രമാണ് ഇതുവരെ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഡബിളും സർക്കുലർ പെൻഡിങ് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, അപ്പം സിംഗിൾ ലിങ്ക് ലിസ്റ്റിനകത്ത് MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പൊ അതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞത്. ദ കോംപ്ലക്സിറ്റി ടു റിവേഴ്സ് എ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ഐട്രേറ്റീവ്ലി എന്നുള്ള കാര്യമാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്ഷൻസ് കൊടുത്തിരുന്നത് ബിഗ് ഓഫ് 1, ബിഗ് ഓഫ് ലോഗ് n, ബിഗ് ഓഫ് n, ബിഗ് ഓഫ് n സ്ക്വയർ, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആയിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു ലിങ്ക് ലിസ്റ്റ് റിവേഴ്സ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ലിങ്ക് ലിസ്റ്റ് വരയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ എന്റെ ഹെഡ് നോഡ് ആണെന്ന് വെക്കുക. ഓക്കെ, വിത്ത് അതിന്റെ അഡ്രസ് 10 ആണ് ഞാൻ അസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു നോഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അഡ്രസ് ഞാൻ 20 ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു നോഡ് ഉണ്ടെന്ന് വെക്കുക, അതിന്റെ അഡ്രസ് ഞാൻ 30 ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു നോഡ് ഉണ്ടെന്ന് വെക്കുക, അതിന്റെ അഡ്രസ് ഞാൻ 40 ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ എന്റെ വാല്യൂസ് ഇരിക്കുന്നത് 1, 2, 3 ആണ് വാല്യൂസ് ഇരിക്കുന്നത് വെക്കുക. ഇത് ഹെഡ് ആയതുകൊണ്ട് അവിടെ ഡാറ്റ വരില്ല. ലാസ്റ്റ് നോഡ് ടെയിൽ ആയതുകൊണ്ട് അവിടെ ലിങ്ക് വരില്ല, അവിടെ നല്ലതായിരിക്കും നിൽക്കുക. ദെൻ അഡ്രസ് അസൈൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്ര നമുക്ക് വരിക, അഡ്രസ് വാല്യൂ വരുന്നത് നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ആണല്ലോ വരുന്നത്. അപ്പൊ ഇവിടെ എത്ര വരിക, 20 ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് വരുന്നത് 30 ആയിരിക്കും. ഇവിടെ നമുക്ക് വരുന്നത് 40 ആയിരിക്കും വരുന്നത്. ഇതാണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ റിവേഴ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക, തിരിക്കുക എന്നുള്ള മീനിങ്ങിലാണ്. അപ്പൊ ലാസ്റ്റ് നോഡ് ഫസ്റ്റ് നോഡ് ആയിട്ട് വരണം. അപ്പൊ ഹെഡിന് മാറ്റമൊന്നും വരില്ല, ഹെഡ് അതുപോലെ നിൽക്കുക വേണം. അപ്പൊ ഇതാണ് നമ്മളുടെ ഇൻപുട്ട് ലിസ്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ലിസ്റ്റ് ആയിട്ട് വരുന്നത് ഹെഡിൽ മാറ്റമൊന്നും വരുന്നില്ല, അത് അതുപോലെ തന്നെ നിൽക്കുക. അപ്പം ഇവിടെ എത്ര വരുന്നത്, നമുക്ക് 10 വരുന്നുണ്ട്, ഡാറ്റ വാല്യൂ ഇല്ല. ദെൻ ലാസ്റ്റ് നോഡാണ് ആദ്യം വരാനായിട്ട്. അപ്പൊ ഇവിടെ വരേണ്ട നോഡ് എന്ന് പറയുന്നത് 40 എന്ന് പറയുന്ന നോഡാണ്, ഡാറ്റ വാല്യൂ 3 ആണ് വരേണ്ടത്. ദെൻ അടുത്തത് വരേണ്ടത് 2 എന്ന് പറയുന്ന നോഡ്. ഓക്കെ, അഡ്രസ് 30 ആണ്. ദെൻ ലാസ്റ്റ് നോഡായിട്ട് നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഫസ്റ്റ് നോഡ് വരണം 20, ഇവിടെ 1 ആണ് വരിക. ഓക്കെ, ദെൻ നമ്മൾ ലിങ്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് അഡ്രസ് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വരേണ്ടത് 40 വരണം, അടുത്ത എത്ര വരേണ്ടത് 30 വരണം, അടുത്ത നമുക്ക് വരേണ്ടത് 20 ആണ്, ഇവിടെ എന്താ വരിക എന്നുള്ളതാണ് വരുന്നത്. അപ്പം ഒറിജിനൽ ലിസ്റ്റ് ഇതായിരുന്നു, ആദ്യം ഉണ്ടായിരുന്നതാണ് നമ്മളുടെ ഒറിജിനൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ റിവേഴ്സ് അല്ലെ, ഒറിജിനൽ ലിസ്റ്റ് ആണ് കാണിക്കുന്നത്, അതിന്റെ റിവേഴ്സ് വാല്യൂ ആണ് നമ്മൾ രണ്ടാമത് കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്നതൊക്കെ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 പേരുകൾ യൂസ് ചെയ്യുവാണ്. അപ്പൊ 3 പേരുകൾ ഇതൊക്കെയാണ്, പ്രീവിയസ്, ഓക്കെ, കറന്റ്, ദെൻ നെക്സ്റ്റ്, ഇങ്ങനെ 3 പേരുകൾ ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പം നോഡിന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേരുകളാണ്. എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി ഞാൻ പ്രീവിയസ് എന്ന് പറയുന്നത് ഞാൻ നള്ളായിട്ട് സെറ്റ് ചെയ്തു. പ്രീവിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നള്ളാണ് നമ്മൾ അസൈൻ ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ കറന്റ് എന്ന് പറയുന്നത്, കറന്റിനോട് പറഞ്ഞാൽ ലിങ്ക് ലിസ്റ്റിനകത്ത് ഫസ്റ്റ് നോഡ്, ഹെഡ് കഴിഞ്ഞ ക്ലാസ്സിനോട്. സോ കറന്റ് ഈക്വൽ ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഡോട്ട് ലിങ്ക് എന്ന് കൊടുക്കും, ഹെഡ് ഡോട്ട് ലിങ്ക്. ഓക്കെ, അപ്പം നമുക്ക് അത് ഒറിജിനൽ ലിസ്റ്റിനകത്ത് ഞാനൊന്ന് മാർക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് അറിയാലോ എനിക്ക് വേണ്ട ഔട്ട്പുട്ട് ഈ മോഡലാണ് എനിക്ക് ഔട്ട്പുട്ട് വരേണ്ടത്. അപ്പൊ ഞാൻ ആ ഒരു ലിസ്റ്റിനെ ഞാൻ ഇവിടെ ഇറേസ് ചെയ്യണം. അപ്പൊ അവസാനം നിങ്ങൾക്ക് അത് അങ്ങനെ വരുന്നു എന്നുള്ള കാര്യം കാണാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഇത് ഇറേസ് ചെയ്യണം. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ആദ്യം ഉണ്ടായിരുന്ന ലിസ്റ്റിന്റെ റിവേഴ്സ് ആണ് നമുക്ക് വരേണ്ടത്. ഓക്കെ, അതിനുള്ള ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം എന്ത് ചെയ്തു, 3 പേരുകൾ ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേരുകൾ ജസ്റ്റ് എടുത്തു, പ്രീവിയസ്, കറന്റ്, നെക്സ്റ്റ്. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ തന്നെ പ്രീവിയസ് എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് എടുത്തു, നള്ളായിട്ട് എടുത്തു. ദെൻ നമ്മളുടെ ഇപ്പോഴുണ്ടായിരുന്ന ലിസ്റ്റിനകത്ത് ഫസ്റ്റ് നോഡിനെ ഞാൻ എന്തെന്ന് വിളിച്ചു, കറന്റ് എന്ന് വിളിച്ചു. ഓക്കെ, കറന്റ് ഈക്വൽ ടു എന്താണ്, ഈ പറയുന്ന ഹെഡ് ഡോട്ട് ലിങ്ക് എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്, ഇതാണ് നമ്മളുടെ എന്താന്ന് പറയുന്നത്, കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രീവിയസ് എന്ന് പറയുന്നത് എന്താണ്, നള്ളായിട്ടാണ് ഞാൻ അസൈൻ ചെയ്തത്. ഇനി ഈ കറന്റ് എന്ന് പറയുന്ന നോഡ് ലാസ്റ്റ് എന്ന് നള്ളാകുന്നത് വരെ നോഡ് പോകും. അതിന്റെ ലിങ്ക് അല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, കറന്റ് നള്ളാകുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ലോജിക്ക് ഇങ്ങനെ പറയാണ്, വൈ കറന്റ് നോട്ട് ഈക്വൽ ടു നൾ, കറന്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു നോഡ് ഇല്ലാതാവുന്നത് വരെ ചെയ്യാൻ പറയുകയാണ്. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടായിരുന്ന കറന്റിന്റെ തൊട്ടടുത്ത നോഡിന് ഞാൻ നെക്സ്റ്റ് എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ ഇവിടെ 3 പേരുകൾ എടുത്തായിരുന്നല്ലോ, പ്രീവിയസ്, കറന്റ്, നെക്സ്റ്റ്. അതിനകത്ത് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കറന്റിന്റെ ലിങ്ക് ആണ്. ഓക്കെ, കറന്റ് ഡോട്ട് ലിങ്ക്. അപ്പൊ ഇവിടെ ഞാനത് മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് കറന്റ്, ഇത് നെക്സ്റ്റ്, പ്രീവിയസ് എന്താണ്, ഇപ്പം നമ്മൾ കയറിയിട്ടേ ഉള്ളൂ, പ്രീവിയസ് എന്താണെന്നാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് ഡോട്ട് ലിങ്ക് ഈക്വൽക്ക് ഞാൻ എന്ത് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് അസൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കറണ്ട് എന്ന് പറയുന്ന നോഡ് എടുക്കുകയാണ്. കറണ്ട് എന്ന് പറയുന്ന നോഡ് ഇപ്പൊ ആരായിരുന്നു, നമ്മളുടെ ഈ പറയുന്ന ഓക്കെ, അപ്പം ഇത് ഞാൻ ഓക്കെ ഇങ്ങോട്ട് എടുക്കുകയാണ്. കറണ്ട് എന്ന് പറയുന്ന ആരാണ്, നമ്മുടെ 20 എന്ന് പറയുന്ന നോഡാണ്. ഓക്കെ, ദെൻ അതിനകത്ത് ഡാറ്റ വാല്യൂ എത്ര ആയിരുന്നു, 1 ആയിരുന്നു. അതിന് ഡാറ്റ വാല്യൂ ഞാൻ മാറ്റിയിട്ടില്ല. എന്നിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കറണ്ടിന്റെ ലിങ്കിലേക്ക് പ്രീവിയസിന് ഇട്ടു. പ്രീവിയസിന് ഇപ്പോഴത്തെ വാല്യൂ എന്താണ് നൾ. അപ്പൊ കറണ്ടിന്റെ ലിങ്കിലേക്ക് എന്തോന്നും നള്ളും.
ഓക്കെ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഈക്വൽ ടു കറണ്ട് എന്ന് വിളിച്ചു. പ്രീവിയസ് ഈക്വൽ ടു എന്താ വിളിച്ചിരിക്കുന്നത്? കറണ്ട് എന്ന് വിളിച്ചു. അതിന്റെ മീനിങ് എന്താണ്? ഇപ്പോഴത്തെ പ്രീവിയസിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? കറണ്ട്. അപ്പൊ ഇതാണ് എന്റെ പ്രീവിയസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഈക്വൽ ടു നെക്സ്റ്റ് എന്നും കൊടുക്കും. കറണ്ട് ഈക്വൽ ടു നെക്സ്റ്റ് എന്ന് ഞാൻ അസൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇവിടുന്ന് കറണ്ട് മാറിയിട്ട് 20 എന്ന് പറഞ്ഞ നോഡ് മാറിയിട്ട് ഇപ്പോഴത്തെ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് 30. ഇയാളുടെ പേരാണ് ഇപ്പൊ എന്തെന്ന് പറയുക കറണ്ട്. അപ്പം ഇയാൾ തന്നെയാണ് ഇപ്പോഴത്തെ നെക്സ്റ്റ് ഇപ്പോഴത്തെ കറണ്ട് എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഞാൻ ജസ്റ്റ് ഒറ്റ സ്റ്റെപ്പേ കാണിച്ചിട്ടുള്ളൂ, ബാക്കി ഇനി ചെയ്യാനുണ്ട്. ഇതുവരെ ഓക്കെ ആണോ എല്ലാവർക്കും? 3 പേരുകൾ എടുത്തിട്ടുണ്ട് ഞാൻ, പ്രീവിയസ്, കറണ്ട്, നെക്സ്റ്റ്. ഓക്കെ. ദെൻ പ്രീവിയസ് ഇനിഷ്യലി ഞാൻ നള്ളായിട്ട് സെറ്റ് ചെയ്തു. കറണ്ട് എന്ന് പറയുന്നത് ഹെഡ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തിനോട്. ഓക്കെ. ദെൻ അടുത്ത എന്താ ചെയ്തിരിക്കുന്നത്? കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോക്കേണ്ടിയിരിക്കും. അപ്പൊ കറണ്ട് എപ്പം നള്ളാവുന്നുണ്ട് ആ സമയത്ത് നമ്മൾ നിർത്താൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ചെയ്തിരിക്കുന്നത്, ഇപ്പം നമ്മൾ കറണ്ട് നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത നോഡിനെ ഞാൻ നെക്സ്റ്റ് എന്ന് വിളിച്ചു. അതാണ് നെക്സ്റ്റ് ഈക്വൽ കറണ്ട് ഡോട്ട് ലിങ്ക് എന്ന് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കറണ്ടിന്റെ ലിങ്കിലേക്ക് എന്താണ് നെക്സ്റ്റ് ആയിരുന്നു വരുന്നത്, അത് മാറ്റിയിട്ട് ഞാൻ ആരെ അസൈൻ ചെയ്തു? പ്രീവിയസിനെ അസൈൻ ചെയ്തു. ദെൻ ഇപ്പോഴുണ്ടായിരുന്ന കറണ്ടിനെ ഞാൻ പ്രീവിയസ് എന്ന് വിളിച്ചു. ദെൻ ഇപ്പോഴുണ്ടായിരുന്ന നെക്സ്റ്റിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? കറണ്ട് എന്ന് വിളിച്ചു. ഇതുവരെ ഓക്കെ ആണോ? ഫുൾ ആയിട്ടില്ല, ജസ്റ്റ് ആദ്യത്തെ ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. ഇത് ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എവിടെ വരെ പോകണം? കറണ്ടിനെ ഉള്ളതെന്ന് വരെ പോകണം. പറഞ്ഞത് ക്ലിയർ ആ? കത്തിയിട്ടുണ്ടോ കുറച്ചെങ്കിലും? നിങ്ങൾക്ക് ഒന്ന് റിപ്ലൈ തരണേ. നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. അപ്പൊ ഇനി നോക്കിയിട്ട് നമ്മളിനി അതിന്റെ ബാലൻസ് എങ്ങനെയാ ചെയ്യാന്നുള്ളത് കാര്യം. അപ്പം ഇത് ഞാൻ പറഞ്ഞു, ഇത് എവിടെ വരെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, കറണ്ട് നള്ളാകുന്നത്. അപ്പം ഇപ്പോഴത്തെ കറണ്ട് എന്ന് പറഞ്ഞ നോഡ് ഏതാണ്? 30 ആണ് അല്ലെ? ആ നോഡ് നള്ളാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് ഈക്വൽ കറണ്ട് ലിങ്ക് അല്ലെ? ഈ 30 എന്ന് പറയുന്ന നോഡാണ് ഇപ്പൊ കറണ്ട്. അതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്ന നോഡ് ഏതാണ്? 40 എന്ന് പറയുന്ന നോഡാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇനി കറണ്ട് എന്ന് വിളിക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ. അപ്പൊ ഇപ്പം പ്രീവിയസ് എന്ന് പറയുന്ന 20 എന്ന് പറയുന്ന നോഡ്, ഓക്കെ, കറണ്ട് എന്ന് പറയുന്നത് 30 എന്ന് പറയുന്ന നോഡ്. ഓക്കെ. ദെൻ സോറി, ഇത് നെക്സ്റ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്ന ഏത് നോഡാണ്? 40 എന്ന് പറയുന്ന നോഡ്. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എവിടെ വരെ എത്തി? നമ്മൾ ഇവിടെ വരെ എത്തി. അടുത്ത എന്താണ്? കറണ്ടിന്റെ ലിങ്കിലേക്ക് പ്രീവിയസിനെ ഇടുക. ഓക്കെ. കറണ്ട് എന്ന് പറയുന്ന ആരാണ്? 30. ഓക്കെ. അപ്പൊ ഞാൻ ആ നോഡ് ഇവിടെ നിന്ന് വരയ്ക്കുവാണ്. 30. അതിലെ ഡാറ്റ എത്ര വരുന്നത്? 2. ഓക്കെ. അതിന്റെ ലിങ്കിലേക്ക് ആരെ ഇടുക? പ്രീവിയസ്. പ്രീവിയസ് എന്ന് പറയുന്ന ഏത് നോഡാണ്? 20. ഓക്കെ. 20. അപ്പൊ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രീവിയസ് ഈക്വൽ ടു കറണ്ട് അല്ലെ? അപ്പൊ എന്താണ് പ്രീവിയസ് എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ കറണ്ട്. കറണ്ട് എന്ന് പറയുന്നത് 30 എന്ന് പറയുന്ന നോഡാണ്. അപ്പൊ അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? പ്രീവിയസ് എന്ന് വിളിച്ചു. ഓക്കെ. ഇനി അടുത്ത എന്താണ്? കറണ്ട് ഈക്വൽ ടു നെക്സ്റ്റ് അല്ലെ? അപ്പം ഇപ്പോഴത്തെ നെക്സ്റ്റിനെ ഞാൻ എന്ത് പേരിട്ട് വിളിക്കുകയാണ്? കറണ്ട് എന്ന് വിളിക്കുകയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് 30, കറണ്ട് നെക്സ്റ്റുമാരാണ് 40. അഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഈ പോർഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടീഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം അല്ലെ? കറണ്ട് എന്ന് പറയുന്നത് നോഡ് നള്ളാണോ എന്ന് നോക്കുക. കറണ്ടിന്റെ ലിങ്ക് നള്ളാണ്, പക്ഷെ നോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? നോഡ് നള്ളല്ല. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ 3 സ്റ്റെപ്പുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് ഈക്വൽ ടു കറണ്ടിന്റെ ലിങ്ക്. കറണ്ടിന്റെ ലിങ്കിൽ ഇരിക്കുന്ന എന്താണ്? നള്ളല്ലേ? അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? നെക്സ്റ്റ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം പുതിയ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? നള്ളാണെന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇവിടുന്ന് നെക്സ്റ്റ് മാറി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നള്ളാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? കറണ്ടിന്റെ ലിങ്കിലേക്ക് പ്രീവിയസ്. ഇപ്പോഴത്തെ പ്രീവിയസ് ഏതാണ്? 30. കറണ്ട് ആരാണ്? 40. അപ്പൊ ഞാനിവിടെ 40 കൊണ്ടുവച്ചു. ഓക്കെ. 40 കൊണ്ടുവച്ചു. 40യുടെ ലിങ്കിലേക്ക് ആരെ കൊണ്ടുവന്നിട്ടു? നമ്മുടെ ഈ പറയുന്ന പ്രീവിയസിനെ കൊണ്ടുവന്നിട്ടു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 30 വരും. ഡാറ്റ എത്ര ആയിരുന്നു? 3 ആയിരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രീവിയസ് ഈക്വൽ ടു കറണ്ട് അല്ലെ? അപ്പം കറണ്ട് എന്ന് പറയുന്നത് 40 എന്ന് പറയുന്ന നോഡാണ്. അതിനെ ഞാൻ എന്ത് പേരിട്ട് വിളിച്ചു? പ്രീവിയസ് എന്ന് വിളിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? കറണ്ട് ഈക്വൽ ടു നെക്സ്റ്റ്. നെക്സ്റ്റ് എത്രയായിരുന്നു? നള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കറണ്ടും എത്രയാണെന്ന് പറയാം? നള്ളാണെന്ന് പറയാം. ഓക്കെ. അവിടെ വരാം. ഇനി അടുത്ത എന്താണ്? എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്നതിനൊക്കെ തന്നെ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് വരും. കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ എന്താണ് കണ്ടീഷൻ? കറണ്ട് നോട്ട് ഈക്വൽ നെക്സ്റ്റ് നള്ളാണെന്ന് നോക്കി. ഇവിടെ കറണ്ട് എന്തായിട്ട് വന്നു? നള്ളായിട്ട് വന്നു അല്ലെ? അവിടെ വെച്ച് നമ്മൾ നിർത്തി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പം ഇത് പ്രീവിയസ് എന്ന് പറയുന്നത് എന്താണ്? 40 എന്ന് പറയുന്ന നോഡാണ്. കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? നള്ളാണ്. നെക്സ്റ്റും ഇപ്പൊ എന്ത് തന്നെയാണ്? നള്ളായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഹെഡ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആ സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ എഴുതുന്നു? ഹെഡ് ഡോട്ട് ലിങ്ക് എന്ന് പറയുന്നത് ഈ ഒരു നോഡല്ലേ? ഈ നോഡിന്റെ പേരെന്തായിരുന്നു? പ്രീവിയസ് നോഡ്. ഓക്കെ. അപ്പൊ ഇത് നമ്മളുടെ എന്താണ്? ഹെഡാണ്. ഹെഡിന്റെ അഡ്രസ് എത്രയായിരുന്നു? 10. ഓക്കെ. ഡാറ്റ വാല്യൂ ഇല്ല. ലിങ്ക് വാല്യൂനകത്ത് ആര് വരിക? പ്രീവിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 40. കണക്ഷൻ നേരെ തിരിഞ്ഞില്ല. ലിങ്ക് ലിസ്റ്റ് 3, 2, 1 എന്നായിട്ടില്ല ഡാറ്റ. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്യുക. വർക്കിംഗ് ക്ലിയർ ആണോ? 3 പേരുകൾ എടുക്കുക.
പ്രീവിയസ് കറണ്ട് നെക്സ്റ്റ് പ്രീവിയസ് നള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, കറണ്ട് ഹെഡ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നോഡ്. ഓക്കെ, ദെൻ കറണ്ട് ഇങ്ങനെ നള്ളാകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പം നിൽക്കുന്ന കറണ്ടിന്റെ തൊട്ടടുത്ത ആളെ നെക്സ്റ്റ് എന്ന് വിളിക്കുക. ദെൻ കറണ്ടിന്റെ ലിങ്കിലേക്ക് പ്രീവിയസിനെ അസൈൻ ചെയ്യുക. ദെൻ പ്രീവിയസിനെ ഇപ്പോഴത്തെ കറണ്ട് ആക്കി മാറ്റുക, കറണ്ട് അപ്ഡേറ്റ് ചെയ്ത് ഉണ്ടാക്കി മാറ്റുക നെക്സ്റ്റ്. ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ എവിടെ ചെയ്യണം? കറണ്ട് എന്ന് പറയുന്ന നോഡ് നള്ളാകുന്നത് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ കറണ്ട് നള്ളാവുന്നുണ്ടോ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഇനി ഹെഡിന്റെ ലിങ്കിലേക്ക് ആരെ കൊണ്ടുവന്ന് ഇട്ടാൽ മതി? പ്രീവിയസ് ആയിരിക്കും നമ്മളുടെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ നോഡ് എന്ന് പറയാം. അതാണ് നമുക്ക് ആദ്യത്തെ നോഡായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിവേഴ്സ് ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ പറയുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ടൈം കോംപ്ലക്സിറ്റി ടു റിവേഴ്സ് എ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ഈസ് ഐട്രേറ്റീവ് ലീസ്. അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എന്തുമാത്രം ടൈം എടുക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റന്റ് ടൈം ആണ്. കോൺസ്റ്റന്റ് ടൈം ആണോ? അല്ല, നമുക്ക് ഈ ലിസ്റ്റിനകത്ത് എത്ര നോഡുകളുണ്ടോ അല്ലെ അത്രയും ടൈം നമ്മൾ എടുക്കേണ്ടി വരും. കാര്യം അത്രയും തവണ നമ്മൾ ഇതേ കണക്ക് എന്താണ് ഈ ഒരു പർട്ടിക്കുലർ ലൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യിക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് ബിഗ് ഓഫ് അല്ല. ബിഗ് ഓഫ് എന്ന് പറഞ്ഞാൽ മാക്സിമം കോൺസ്റ്റന്റ് ടൈം എന്നുള്ള മീനിങ്ങിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയല്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ബിഗ് ഓഫ് ലോഗൻ അല്ലെ. അപ്പൊ ഇപ്പൊ ഇവിടെ നമുക്ക് 3 നോഡ് ഉണ്ടെങ്കിൽ 3 ടൈംസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? ലൂപ്പ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് നോഡ്സിലാണ് അത് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ ഓപ്ഷൻ ബിയും അല്ല. നെക്സ്റ്റ് കൊണ്ട് എന്താണ്? ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് ബിഗ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോട്ട്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് ബിഗ് ഓഫ് എൻ സ്ക്വയർ. എൻ സ്ക്വയർ ടൈം നമുക്ക് വേണ്ട, എത്ര നോഡ് ഉണ്ടോ അത്രയും തവണ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലൂപ്പ് റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്, ബിഗ് ഓഫ് എൻ ആണ് ഇതിന്റെ എന്ത് പറഞ്ഞിരിക്കുന്നത്? ടൈം കോംപ്ലക്സിറ്റി പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഈ രീതിയിലാണ് ഇത് റിവേഴ്സ് ചെയ്യുന്നത്. അപ്പൊ റിവേഴ്സ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലൊന്ന് വെച്ചേക്കുക. ഓക്കെ, ദെൻ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബിഗ് ഓഫ് എൻ ആണ്. അപ്പം ബിഗ് ഓഫ് എൻ മീൻസ് നമ്പർ ഓഫ് നോട്ട്സ് ആണ് ഈ കേസിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എത്രമാത്രം നോഡുകളുണ്ടോ അത്രമാത്രം നമ്മൾ ആ ലൂപ്പ് എന്താണ് ആ വൈൽ കറണ്ട് നോട്ട് ഈക്വൽ എന്നുള്ള പറഞ്ഞ ലൂപ്പ് ഇല്ലേ, അത്രയും വേഗം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് നമ്പർ ഓഫ് നോട്ട്സ് കൂടുന്നതിനനുസരിച്ച് ആ ഒരു ടൈം എന്താണ് പ്രൊപ്പോർഷണൽ ആയിട്ട് കൂടുന്നുണ്ട്. ഇപ്പൊ 100 നോട്ട്സ് ഉള്ള ടൈം ആയിരിക്കത്തില്ല 50 നോട്ട്സ് ഉള്ളപ്പോൾ, അതായിരിക്കത്തില്ല 1000 നോട്ട്സ് ഉള്ളപ്പോൾ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ടൈം പ്രൊപ്പോർഷണൽ ആയിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമുക്ക് എന്ത് ആൻസർ വന്നിരിക്കുന്നത്? ബിഗ് ഓഫ് എൻ എന്ന് പറയുന്ന ആൻസർ അവിടെ വന്നിരിക്കുന്നത്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഡബിൾ ലിങ്ക് ലിസ്റ്റിലേക്ക് പോകാം. എല്ലാവർക്കും ക്ലിയർ ആണോ? റിപ്ലൈ നിങ്ങൾ തരണം. ഓക്കെ സർ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് ടൈം കോംപ്ലക്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ. പിന്നീട് ഏതെങ്കിലും ഒരു ഇൻസേർഷന്റെ കേസ് ചോദിക്കാറുണ്ട്. പിന്നീട് അതിനൊക്കെയാണ് സെർച്ചിങ്ങിന്റെ കേസ്. ഇതൊക്കെയാണ് സാധാരണ ലിങ്ക് ലിസ്റ്റിനകത്ത് ടൈം കോംപ്ലക്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾ ഒരിക്കലും കാണാതെ പഠിക്കരുത്, കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ കാണാതെ പഠിക്കാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. മീൻസ് ഒരു സിംഗിൾ ലിസ്റ്റിനകത്ത് ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എൻ ആണ്. എൻഡിൽ ഇൻസേർട്ട് ചെയ്യല്ലേ, ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ബിഗ് ഓഫ് എൻ കോൺസ്റ്റന്റ് ടൈം മതി. ഓക്കെ, അതിൽ എത്ര നോഡ് ഉണ്ടെന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഇനി അതേസമയം എൻഡിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ബിഗ് ഓഫ് എൻ ആണ്. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ വരുവാണെങ്കിൽ, എങ്ങനെയാണ് ഇൻസേർഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ഈ പറഞ്ഞ തന്നെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് അവിടെ നിന്നിട്ട് സ്പോട്ടിൽ ആൻസർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതും പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം എന്താണ്? സിംഗിൾ ലിങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, സിംഗിൾ ലിങ്ക് ലിസ്റ്റിന് മറ്റൊരു പേരുണ്ടായിരുന്നു. എന്തായിരുന്നു? വൺ വേ ചെയിൻ എന്നാണ് നമ്മൾ അതിന് പറഞ്ഞിരുന്നത്. വൺ വേ ചെയിൻ എന്നുള്ള പേരിൽ അതിനെ അറിയപ്പെടുന്നു. അതിന്റെ റീസൺ ഇതാണ്, നമ്മളിപ്പോൾ ഒരു ലിങ്ക് ലിസ്റ്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രമേ മൂവ് ചെയ്യാനായിട്ട് പറ്റൂ. കാര്യം എന്താണ്? നമുക്കറിയാം, ഒരു നോഡിന്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോർഷൻ ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, ഇത് ഡാറ്റ സ്ട്രക്ചർ ആണ് അല്ലെ, ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടി വരും. സെക്കൻഡ് പോർഷനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡാണ്. അപ്പൊ തൊട്ട് റൈറ്റിലുള്ള ആളുടെ അഡ്രസ് മാത്രമേ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഹെഡ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തൊട്ട് അടുത്ത നോഡുകളിലേക്ക് നമുക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. പക്ഷെ ലെഫ്റ്റിലേക്കുള്ള മൂവ്മെന്റ് നമുക്ക് കിട്ടുന്നില്ല. അതിന്റെ റീസൺ ഓരോരുത്തരും തൊട്ട് റൈറ്റിലിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമേ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത് എന്താണ്? കുറച്ചും കൂടെ എന്താണ് ഈ പറഞ്ഞ രണ്ട് സൈഡിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് പല ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പുതിയൊരു ലിങ്ക് ലിസ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ പേരാണ് ഡബിൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയും. ഡബിൾ അല്ലെങ്കിൽ ഡബിൾ എന്നൊക്കെ പറയും. ഡബിൾ ലിങ്ക് ലിസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം.
ഒരു നോഡ് തൊട്ട് ലെഫ്റ്റ് ഇരിക്കുന്ന ആളെ കുറിച്ച് റൈറ്റ് ഇരിക്കുന്ന ആളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റോറി. ഇൻഫർമേഷൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവരുടെ അഡ്രസ് ഇയാൾ ഹോൾഡ് ചെയ്യാന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ഇത് സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഡബിൾ ലിങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ സിംഗിൾ ലിങ്ക് ലിസ്റ്റിനകത്ത് എന്തായിരുന്നു? നമുക്ക് രണ്ട് പാർട്ടേ ഉള്ളൂ. ഒരു പോർട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്ത പോർഷൻ എന്താണ്? നമുക്ക് ഈ പറയുന്നത് തന്നെ ലിങ്ക് ആയിരുന്നു. ഇനി ഡബിൾ ലിങ്ക് ലിസ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് വരിക. അപ്പൊ ഇവിടെ സിംഗിൾ ലിങ്ക് ലിസ്റ്റിനകത്ത് റൈറ്റിലുള്ള ആളെ കുറിച്ച് മാത്രമേ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അതേസമയം ഡബിൾ ലിങ്ക് ലിസ്റ്റ് അങ്ങനെയല്ല. ലെഫ്റ്റിനെ കുറിച്ച് നമ്മൾ റൈറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് രണ്ട് സൈഡിലേക്ക് മൂവ്മെന്റ് കിട്ടും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടി വരും. ഡാറ്റ പോർഷൻ ഉണ്ട്. ദെൻ നമുക്ക് രണ്ട് ലിങ്ക് പോർഷൻ ഇവിടെ വരും. കാര്യം ലെഫ്റ്റ് അഡ്രസ്സും റൈറ്റ് അഡ്രസ്സും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? റൈറ്റിലുള്ള അഡ്രസ് നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടി വരും. അപ്പം ലെഫ്റ്റിലെ അഡ്രസ് ഹോൾഡ് ചെയ്യുന്ന ആ പോർഷനെ നമുക്ക് ഇവിടെ രണ്ട് ലിങ്കിന് റെപ്രസെന്റ് ചെയ്യേണ്ടി വേണ്ടിയിട്ട് അതിനെ നമുക്ക് എൽ ലിങ്ക് എന്ന് പറയും. ദെൻ റൈറ്റിലെ ആളുടെ അഡ്രസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോർഷൻ നമുക്ക് എന്തെന്ന് പറയാം? ആർ ലിങ്ക് എന്ന് പറയും. അപ്പം 3 പോർഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഡാറ്റ വരുന്നുണ്ട്, ആർ ലിങ്ക് വരുന്നുണ്ട്, എൽ ലിങ്ക് വരുന്നുണ്ട്. ആർ ലിങ്ക് മീൻസ് റൈറ്റ് നോഡിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യും. എൽ ലിങ്ക് മീൻസ് എന്താണ്? ലെഫ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും അയാൾ എന്ത് ചെയ്യുക? ഹോൾഡ് ചെയ്യുക. അപ്പം തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് പറയുന്നത് എന്താണ്? 2-way ചെയിൻ എന്നാണ് പറയുന്നത്. രണ്ട് സൈഡിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും തൊട്ട് നെയ്ബേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരുടെ അഡ്രസ് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ലിങ്ക് ലിസ്റ്റ്, ഡബിൾ ലിങ്ക് ലിസ്റ്റ് ഒന്ന് വരച്ചുമ്പോൾ കാണിക്കാം. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഹെഡ് കാണുമല്ലോ. ഓക്കെ, ഇവിടെ ഹെഡ് ഞാൻ വരച്ചു, അടുത്തൊരു നോഡ് വരച്ചു. ഓക്കെ, അടുത്തൊരു നോഡ് വരച്ചു, ദെൻ അടുത്തൊരു നോഡ്. 4 നോഡുകളാണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പം അഡ്രസ്സുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുവാണ്. 10, 20, 30, 40 എന്നാണ് നോക്കുക. അപ്പൊ ആദ്യത്തെ നോഡ് നമുക്ക് ഏത് ലിങ്ക് ലിസ്റ്റ് എടുത്താണെങ്കിലും ഹെഡ് തന്നെ ആയിരിക്കും. അപ്പൊ ഹെഡിന്റെ ലെഫ്റ്റിൽ ആളില്ലാത്തതുകൊണ്ട് ലെഫ്റ്റ് ലിങ്കിന്റെ വാല്യൂ എന്താണ്? നള്ളാണ്. ഇവിടെ ഡാറ്റ വരത്തില്ല. ഓക്കെ, അപ്പം ഡാറ്റ പോർഷൻ നള്ളായിരിക്കും. ഇനി തൊട്ട് റൈറ്റിലിരിക്കുന്ന ആളാരാണ്? 20 എന്ന് പറയുന്ന നോഡല്ല. അപ്പൊ ഇവിടെ സ്റ്റോർ ചെയ്ത് എന്തായിരിക്കും? 20. ഇനി 20 എന്ന് പറയുന്ന നോഡ് എടുക്കുകയാണെങ്കിൽ അയാളുടെ ലെഫ്റ്റിൽ ഇരിക്കുന്ന ആളാരാണ്? 10 എന്ന് പറയുന്ന ഹെഡ് നോഡാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ കൂടെ നമ്മൾ കാണിക്കും. ദെൻ ഇവിടെ എത്ര ആയിരിക്കും വരിക? 10 ആയിരിക്കും വരിക. ഇതിന്റെ ഡാറ്റ വാല്യൂ 1 ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ 20യുടെ റൈറ്റിലിരിക്കുന്ന ആരാണ്? 30 എന്ന് പറയുന്ന നോഡാണ്. അപ്പൊ 30 ആരോമാർക്ക് നമ്മൾ ഇങ്ങനെ കാണിച്ചു പോയിന്റ് ചെയ്യാന്നുള്ള രീതിയിൽ. ദെൻ 30 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30യുടെ ലെഫ്റ്റ് സൈഡിൽ ആരായിരിക്കുന്നത്? 20 എന്ന് പറയുന്ന നോഡ്. അപ്പൊ ഇവിടെ 20 എന്ന് വന്നു, കണക്ഷൻ ഇങ്ങനെ ഇട്ട് നമ്മൾ. ദെൻ ഇവിടുത്തെ ഡാറ്റ 2 ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ 30യുടെ റൈറ്റ് സൈഡിൽ ആരായിരിക്കുന്നത്? 40. അപ്പൊ ഇവിടെ 40 ആയിരിക്കും അഡ്രസ് വാല്യൂ വരിക, റൈറ്റ് ലിങ്കിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ദെൻ തിരിച്ചുള്ള കണക്ഷൻ വരും. ഇവിടെ എത്ര ആയിരിക്കും നമുക്ക് വരിക? 30 ആയിരിക്കും വരിക. ദെൻ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു 3 ആണെന്ന് വെക്കുക. ദെൻ 40 ആണ് ലാസ്റ്റ് നോഡ്, ടെയിൽ നോഡ്. അപ്പൊ അതിന്റെ റൈറ്റ് ലിങ്ക് എന്തായിരിക്കും? നള്ളായിരിക്കും. ഇങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു 30 എന്ന് പറയുന്ന നോഡ് ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30 എന്ന് പറയുന്ന നോഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 30യുടെ ലെഫ്റ്റിൽ ഇരിക്കുന്ന ആരാണ്? 20 എന്ന് പറയുന്ന നോഡും 30യുടെ റൈറ്റിൽ ഇരിക്കുന്നതാണ് 40. ആ രണ്ട് ഇൻഫർമേഷൻ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലേക്കും, ഒരു നോഡിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്യാനുള്ള പെർമിഷൻസ് ഉണ്ട്. മറ്റേടത്ത് അങ്ങനെയല്ല, റൈറ്റ് സൈഡിലേക്ക് മാത്രമേ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഫ്ലെക്സിബിൾ ആണ് കുറച്ചുകൂടെ. ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാനായിട്ട് പറ്റും. കാര്യം നോഡിന്റെ സ്ട്രക്ചർ അങ്ങനെ അസൈൻ ചെയ്തിരിക്കുന്നത്. ഡാറ്റ സ്വയമായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നീട് ലെഫ്റ്റ് നോഡിനെ കുറിച്ച് റൈറ്റ് നോഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ആ ഒരു ഹെഡാണ് അസൈൻ ചെയ്യുക. അപ്പോൾ ഹെഡിന്റെ അഡ്രസ് ഞാൻ എടുത്തിരിക്കുന്നത് 100 ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ അതിനകത്ത് അടുത്ത നോഡ് 1000 എന്ന് പറയുന്ന നോഡാണ്. ഓക്കെ, ദെൻ അഡ്രസ്സുകൾ നിങ്ങൾ നോക്കുക. ഇവിടെ 100 എന്ന് പറയുന്നത്, ഇവിടെ 1000. അപ്പോൾ ഹെഡിന്റെ റൈറ്റിൽ 1000 ഇരിക്കുന്നതിനാണ് ഇവിടെ 1000 വന്നത്. ദെൻ അടുത്ത നോഡായിട്ടുള്ള ഈ ഒരു നോഡിൽ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് നോഡിൽ നോക്കുകയാണെങ്കിൽ 1000 എന്ന് പറയുന്ന നോഡ്, ആ നോഡിൽ ലെഫ്റ്റിൽ ഇരിക്കുന്ന ഹെഡാണ്. ഹെഡിന്റെ അഡ്രസ് എത്രയാണെന്ന് കൊടുക്കുന്നത്? 100. അതുകൊണ്ടാണ് അതിന്റെ ലെഫ്റ്റ് ലിങ്കിൽ എന്ത് വന്നിരിക്കുന്നത്? 100 വന്നിരിക്കുന്നത്. ഡാറ്റ വാല്യൂ 10 ആണ്. റൈറ്റിൽ എത്ര വന്നിരിക്കുന്നത്? 2000. അപ്പം റൈറ്റ് സൈഡിലെ നോഡ് 2000 ആണെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് അറേഞ്ച് ചെയ്യുക. അപ്പൊ ഇവിടെ പ്രീവിയസ് പോയിന്റർ, ഡാറ്റ, നെക്സ്റ്റ് പോയിന്റർ എന്നുള്ളതിന് പകരമായിട്ട് പ്രീവിയസ് പോയിന്റർ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് പറയാം? ലെഫ്റ്റ് ലിങ്ക് എന്നും, നെക്സ്റ്റ് പോയിന്റർ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് വേർഡ് യൂസ് ചെയ്യുക? ആർ ലിങ്ക് എന്നുള്ള വേർഡ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ആൾക്കാരെ കുറിച്ചുള്ള അഡ്രസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. അപ്പം ബേസിക് ഐഡിയ ഓക്കെ ആണോ? നോഡിന്റെ സ്ട്രക്ചർ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ട് അഡ്രസ് ഹോൾഡ് ചെയ്യും. ലെഫ്റ്റ് നോഡിന്റെ റൈറ്റ് നോഡിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ രണ്ട് അഡ്രസ്സുകൾ ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് ലിങ്കുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക? ഡബിൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയും. അപ്പൊ നമുക്ക് നോഡിന്റെ സ്ട്രക്ചർ മനസ്സിലായി. നമുക്ക് രണ്ട് രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ പെർമിഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്.
ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ്, അല്ലെങ്കിൽ മെമ്മറി ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് അറിയേണ്ടത് ഇതിനകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിന് വേണ്ടി ജസ്റ്റ് ഒരു തിയററ്റിക്കൽസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഡബിൾ ലിങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുക. ഇറ്റ് ഈസ് കോൾഡ് ഡബിൾ ലിങ്ക് ലിസ്റ്റ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് 2 addresses while a single linked list contain a single address. Okay. അപ്പോൾ രണ്ടുപേരുടെ അഡ്രസ് ഹോൾഡ് ചെയ്യുന്നുള്ള മീനിങ്ങിലാണ്. ഇറ്റ്സ് എ ലിസ്റ്റ് ദാറ്റ് has total 3 parts. One is data part and the other 2 pointers are previous and next. അവിടെ നമ്മൾ previous next എന്നുള്ളതിന് പകരമായിട്ട് എന്ത് വേർഡ് യൂസ് ചെയ്യുക? ഈ പറയുന്ന ലെഫ്റ്റ് ലിങ്ക് എന്നും റൈറ്റ് ലിങ്ക് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. അതാകുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ചും എളുപ്പമാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രീവിയസ് പോയിന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പേരിട്ട് വിളിക്കുക? ലെഫ്റ്റ് ലിങ്ക് എന്ന് വിളിക്കുക. ലെഫ്റ്റ് ലിങ്ക് holds the address of the previous node and the next pointer. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എന്താണ്? R link holds the address of the next node. അപ്പൊ എൽ ലിങ്ക് തൊട്ട് മുന്നേ ഉള്ള പ്രീവിയസ് നോഡിന്റെ അഡ്രസ്സും ആർ ലിങ്ക് എന്താണ്? നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം therefore we can say that list has 2 references, forward and backward reference to traverse in either direction. അപ്പൊ ഇവിടെ നമുക്ക് 2 ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാൻ. കാര്യം തൊട്ട് ലെഫ്റ്റിലുള്ള ആളുടെ റൈറ്റിലുള്ള ആളുടെ അഡ്രസ് എന്ത് ചെയ്യുന്നത്? ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിനകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ നോർമലി നമുക്ക് ഇൻസേർഷൻ ഡിലീഷൻ മെർജ് ട്രാവേഴ്സൽ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് തന്നെയാണ് നോർമലി നമുക്ക് വരിക. അപ്പൊ നമുക്ക് ജസ്റ്റ് ട്രാവേഴ്സലിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നീട് നമുക്ക് മെർജിനെ കുറിച്ചൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. ഇൻസേർഷൻ ഡിലീഷൻ അത് എത്ര പോയിന്റേഴ്സ് ആണ് ഇതിൽ അഫക്റ്റഡ് ആവുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു ഡബിൾ ലിങ്ക് ലിസ്റ്റ് വരയ്ക്കുവാണ്. എന്നിട്ട് നമുക്ക് അതിനകത്ത് ട്രാവേഴ്സൽ പെർഫോം ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം ഞാൻ അരോ മാർക്ക് ഇടുന്നില്ല, ജസ്റ്റ് ആ നോഡുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഇതാണ് എന്റെ ലിങ്ക് ലിസ്റ്റ് എന്ന് വെക്കുക. ഡബിൾ ലിങ്ക് ലിസ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നോഡിന്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും വരിക. ദെൻ ഞാനിവിടെ അഡ്രസ്സുകൾ അസൈൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഹെഡ് ആണെന്ന് വെക്കുക. ഹെഡ്. ഓക്കെ, അപ്പൊ ഹെഡിനകത്ത് ലെഫ്റ്റ് ലിങ്ക് കാണത്തില്ല, ആരും ലെഫ്റ്റിൽ ആളില്ല, ഡാറ്റ വാല്യൂം കാണത്തില്ല, ആരും സ്റ്റാർട്ടിങ്ങിനെ കാണിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഇതിന് അഡ്രസ് ഇട്ട് 20, ഇത് 30, ഇത് ഞാൻ 40 ഇട്ടു. ഡാറ്റ വാല്യൂസ് ഞാനൊരു 1, 2, 3 ആണ് ഇട്ടിരിക്കുന്നത് നോക്കാം. ദെൻ ഇവിടെ നമുക്ക് വരുന്നത് ഒരു 20 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് വരുന്നത് എത്രയായിരിക്കും വരിക? 10 ആയിരിക്കും വരിക. ദെൻ ഇവിടെ നമുക്കൊരു 30 വരും. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് വരുന്ന എത്രയാണ്? 20 ആയിരിക്കും വരിക. ഇവിടെ നമുക്കൊരു 40 ആയിരിക്കും വരിക. ഓക്കെ, ഇവിടെ നമുക്ക് വരുന്ന ഒരു 30 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും വരിക എന്നുള്ള ഇതാണ് ആ ഒരു ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തേക്കാണ് നമ്മൾ ആരെ പെർഫോം ചെയ്യുന്ന ട്രാവേഴ്സൽ. അപ്പൊ ഇവിടെ ഞാൻ ട്രാവേഴ്സൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇതാണ്. Okay, print all values in the double linked list. അപ്പൊ ആ ഒരു ഡബിൾ ലിങ്ക് ലിസ്റ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1, 2, 3 എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഹെഡിനകത്ത് എന്തില്ല? ഈ പറയുന്നതൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന ഡാറ്റ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഹെഡ് കഴിഞ്ഞുള്ള ആദ്യത്തെ നോഡിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ തന്നെ എന്ത് ചെയ്യുക? ഈ പറയുന്നതൊക്കെ തന്നെ നോഡിന് പേര് അസൈൻ ചെയ്യുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ ഒരു നോഡ് ഞാൻ PTR എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് എന്ന് കൊടുത്തു. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഞാൻ കൊടുത്തത് PTR ഈക്വൽ ടു PTR എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ 2 ലിങ്കുകളുണ്ട്. ഏതൊക്കെയായിരുന്നു ലിങ്കുകൾ? എൽ ലിങ്ക് ഉണ്ട്, അതേണൊക്കെ എന്ത് വരുന്നുണ്ട്? ആർ ലിങ്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ലിങ്ക് എന്നല്ല ഇവിടെ പറയേണ്ടത്, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് പറയണം. അപ്പം ഹെഡിന്റെ ഏത് സൈഡിലാണ് നമുക്ക് ഈ PTRനെ അസൈൻ ചെയ്യുന്നത്? റൈറ്റ് സൈഡിലല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ കൊടുക്കുക? PTR ഈക്വൽ ടു ഹെഡ് ഡോട്ട് ആർ ലിങ്ക് എന്ന് വേണം കൊടുക്കാനായിട്ട്. അപ്പം ഈ ഒരു നോഡിന്റെ പേര് എന്താ പേര് വന്നിരിക്കുന്നത്? PTR. ഇനി എന്ത് ചെയ്യുക? നമ്മൾ മുന്നോട്ട് നീങ്ങി എവിടെ വരെ പോകണം? PTR എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ നോഡ് നള്ളാവുന്ന വരെ പോകണം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ടീഷൻ എങ്ങനെയായിരിക്കും എഴുതുക? വൈൽ PTR നോട്ട് ഈക്വൽ ടു നള്ളെന്ന് കൊടുക്കുക. PTR നള്ളല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? അവിടുത്തെ ഡാറ്റ വാല്യൂ പ്രിന്റ് ചെയ്യുക. അവിടുത്തെ ഡാറ്റ വാല്യൂ പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രിന്റ് നോഡിന്റെ പേര് PTR എന്നാണ്. അതിനകത്ത് ഡാറ്റ എന്ത് ചെയ്യാൻ പറയുക? പ്രിന്റ് ചെയ്യാനായിട്ട്. അപ്പൊ അവിടുത്തെ ഡാറ്റ പ്രിന്റ് ചെയ്യും. ഡാറ്റ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? PTR അടുത്ത നോഡിലേക്ക് പോകണം അല്ലെ? അടുത്ത നോഡ് എങ്ങനെ കിട്ടുക? ഇപ്പോഴത്തെ നോഡിന്റെ റൈറ്റ് ലിങ്ക് ആണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ എഴുതുക? പുതിയ PTR ഈക്വൽ ടു കറന്റ് PTR ഡോട്ട് ആർ ലിങ്ക് എന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പൊ ഈ ഒരു പ്രോസസ് ഇങ്ങനെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവസാനം നമുക്ക് എന്ത് ചെയ്യും? ഈ ലൂപ്പ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എല്ലാ എലമെന്റ്സും എന്ത് ചെയ്യും? ഓക്കെ, അത് ജസ്റ്റ് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നോക്കാം ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് തന്നെ PTR ഈക്വൽ ഹെഡ് ഡോട്ട് ലിങ്ക്. അപ്പൊ ഇതാണ് PTR. ഇനി നമ്മൾ നോക്കിയേക്കുന്നത് എന്താണ്? PTR നള്ളാണോ നോക്കി? ആണോ? അല്ല അല്ലെ? അങ്ങനെ ഒരു നോഡ് എക്സിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അവിടുത്തെ ഡാറ്റ പ്രിന്റ് ചെയ്തു. അപ്പൊ സ്വയമായിട്ട് ഇവിടുത്തെ ഡാറ്റ എത്രയാണ്? 1, അത് പ്രിന്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? PTR ഈക്വൽ ടു ഇപ്പോഴത്തെ PTRന്റെ റൈറ്റ് ലിങ്ക് അല്ലെ? അപ്പം പുതിയ PTR ഇയാളുടെ റൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? 30 ആണ് അല്ലെ? 30 എന്ന് പറഞ്ഞ നോഡിനെ നമ്മൾ എന്ത് വിളിച്ചു? PTR എന്ന് വിളിച്ചു.
അഗെയിൻ വന്നിട്ട് നമ്മൾ എന്ത് നോക്കി, പി ടി ആർ നള്ളാണോ നോക്കി, ഈ ഒരു നോഡ് നള്ളാണോ ഇല്ല, അങ്ങനെയാണെങ്കിൽ അകത്ത് വരട്ടെ എന്ത് ചെയ്തു, അവിടുത്തെ ഡാറ്റ വാല്യൂ പ്രിന്റ് ചെയ്ത് കാണിച്ചു, അപ്പം ട്രൂ പ്രിന്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താണ്, പി ടി ആർ ഈക്വൽ ഇപ്പോഴത്തെ പി ടി ആറിന്റെ റൈറ്റ് ലിങ്ക് അല്ലെ, ഇപ്പോഴത്തെ പി ടി ആറിന്റെ റൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40 എന്ന് പറഞ്ഞ നോഡാണ്. അപ്പം ഇവിടുത്തെ പി ടി ആർ മാറിയിട്ട് ഇയാളായി പി ടി ആർ. ഇനി അടുത്ത എന്ത് ചെയ്യും, ഈ പറഞ്ഞ തന്നെ പിന്നെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ലൂപ്പ് ടെസ്റ്റ് ചെയ്യാണ്, പി ടി ആർ നോട്ട് ഈക്വൽ എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ റൈറ്റ് ലിങ്കിലാണ്, പക്ഷെ അങ്ങനെ ഒരു നോഡ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, പി ടി ആർ നോട്ട് ഈക്വൽ എന്ന്. അവിടെ പി ടി ആർ എന്തല്ല, നള്ളല്ല, അങ്ങനെ ഒരു നോഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എന്ത് ചെയ്യുക, ഡാറ്റ വാല്യൂ പ്രിന്റ് ചെയ്യുക, ഡാറ്റ വാല്യൂ എത്രയാണ്, 3 പ്രിന്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താണ്, പി ടി ആർ ഈക്വൽ ഇപ്പോഴത്തെ പി ടി ആറിന്റെ റൈറ്റ് ലിങ്ക്. അങ്ങനെയാണെങ്കിൽ പി ടി ആർ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇതിന്റെ റൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ നള്ളല്ലേ, പി ടി ആർ എത്രയായിട്ട് മാറി, നള്ളായിട്ട് മാറി. പിന്നെ വന്നിട്ട് മേളിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്തു, പി ടി ആർ നള്ളാണോ ടെസ്റ്റ് ചെയ്തു അല്ലെ, പി ടി ആർ നള്ളാണോ ആണ്, അവിടെ വെച്ച് എന്ത് ചെയ്തു, ലൂപ്പ് ബ്രേക്ക് ചെയ്തു. നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ആയിട്ടുള്ള 1 2 3 എന്ന് പറഞ്ഞ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്ത് കാണിച്ചു. ക്ലിയർ ആണോ ഇത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മളിപ്പോൾ നടന്ന ട്രാവേഴ്സൽ ഓപ്പറേഷന്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണെന്നുള്ളത്. ബിഗ് ഓഫ് എൻ. അതെ അതെ, നമുക്ക് എത്രമാത്രം നോഡുകളുണ്ടോ അത്രത്തോളം നേരം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ട്രാവേഴ്സലിന്റെ എന്താണ് ഈ പറയുന്ന കണക്ക് ടൈം കോംപ്ലക്സിറ്റി എത്രയാണെന്ന് വെച്ചാൽ ബിഗ് ഓഫ് എൻ ആണ് നമുക്ക് വരെ. അവിടെ എൻ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു ലിസ്റ്റിനകത്ത് എത്ര നോഡ് ഉണ്ട് എന്നുള്ള വാല്യൂ ആണ് എൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നോഡിന് എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ഓപ്പറേഷൻ എടുക്കുന്ന ടൈം എന്ത് ചെയ്യും, കൂടും. അതാണ് അതിന്റെ സിമ്പിൾ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഇൻസേർഷനെ കുറിച്ച് പറയാം. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞല്ല ട്രാവേഴ്സലിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇൻസേർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ 3 പൊസിഷൻ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും, ബിഗിനിങ്, എൻഡ്, ദെൻ എന്താണ് കീ പൊസിഷൻ. ഇനി ഓക്കെ, ബിഗിനിങ്, എൻഡ്, കീ പൊസിഷൻ, ഈ 3 ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുന്ന കേസ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ തന്നെ. അപ്പൊ എന്തെങ്കിലും ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് വെക്കാം, ആ ലിസ്റ്റിനകത്ത് നോഡുകൾ വെക്കുകയാണ് 100, 200, 300, 400, അങ്ങനെ 4 നോഡുകളുള്ളത്. ഈ ഒരു ലിസ്റ്റിനകത്തേക്ക് നമ്മൾ ആരെ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്, പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അയാളെ ഞാൻ ടെമ്പ് എന്ന് വിളിച്ചു. അയാളുടെ അഡ്രസ് എത്രയാണ്, 500 ആണ് അഡ്രസ് എന്ന് പറയും. അപ്പൊ അയാളെ നമുക്ക് എവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത്, ബിഗിനിങ് പൊസിഷനാണ്. ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഹെഡ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പൊസിഷൻ നമ്മൾ എന്താ പറയാ, ബിഗിനിങ് എന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിനൊക്കെ തന്നെ ആരൊക്കെയാണോ ഈ ഒരു ഓപ്പറേഷനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടത് അവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, പേര് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഓപ്പറേഷനകത്ത് നമുക്ക് ഹെഡ് വേണം അല്ലെ, ദെൻ ഹെഡിന്റെ അടുത്ത ആളുകൾ, അതായത് ഇവർക്കിടയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന തന്നെ ടെമ്പിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടെമ്പ് വേണം. അപ്പൊ ആദ്യം ഈ 3 പേരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, പിന്നീട് കണക്ഷൻസ് ഇട്ടാൽ മാത്രം മതി നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിവിടെ സ്റ്റാർട്ട് എന്ന് എഴുതി. സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യാണ്, ഈ 3 പേരെ ഐഡന്റിഫൈ ചെയ്യണം. ഹെഡിനെ മാത്രമേ എനിക്ക് അറിയുള്ളൂ, ഹെഡ് വെച്ചിട്ട് വേണം ബാക്കി എല്ലാ ഓപ്പറേഷൻസും നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ ഹെഡിനെ അറിയാം, ഹെഡിന്റെ അടുത്ത നോഡ് നമുക്ക് കണ്ടെത്താം. അടുത്ത നോഡ് ഞാൻ എന്താ പേര് കൊടുത്ത് ഉദ്ദേശിക്കുന്നത്, പി ടി ആർ. അങ്ങനെയാണ് നമ്മൾ എങ്ങനെ എഴുതുക, പി ടി ആർ ഈക്വൽ ടു ഹെഡിന്റെ ലിങ്ക് എന്ന് എഴുതരുത്, പകരം ഇവിടെ എന്ത് എഴുതണം, 6 ലിങ്ക്. കാര്യം ഇവിടെ 2 ലിങ്ക് ഉണ്ട്, ഏതാണ് നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. അപ്പം നമുക്ക് ഹെഡും കിട്ടി, അടുത്ത ആരാണ്, പി ടി ആറും കിട്ടി. ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള നോഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് എഴുതുക, ഗെറ്റ് നോഡ് എന്നാണ് കൊടുക്കുക. മെമ്മറി റിക്വസ്റ്റ് ചെയ്ത് നോഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഗെറ്റ് നോഡ് എന്ന് കൊടുത്തു. ആ വരുന്ന നോട്ടിനെ ഞാൻ എന്ത് പേരിട്ട് വിളിച്ചു, ടെമ്പ് എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ എങ്ങനെ കൊടുത്തിരിക്കുന്ന, ടെമ്പ് ഈക്വൽ ടു ഗെറ്റ് നോഡ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ടെമ്പ് ആയി. ഇനി കണക്ഷൻസ് ഇടുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഹെഡും ടെമ്പുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവും. അപ്പൊ എങ്ങനെ വരേണ്ടത്, ഹെഡിന്റെ ലിങ്കിൽ ആരായിരുന്നത്, പി ടി ആർ ആണ്. അയാളെ മാറ്റിയിട്ടാണ് നമ്മൾ ആരെ വെക്കുക, ടെമ്പിനെ വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെ ഇടേണ്ടത്, ഹെഡും ടെമ്പുമായിട്ടുള്ള കണക്ഷനാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, ഹെഡിന്റെ അല്ലെ ഈ ഒരു പോർഷനിലേക്ക് അല്ലെ എത്ര വരണം, 500 മാറിയിട്ട് ഇവിടെ എത്ര വരണം, സോറി 200 മാറിയിട്ട് ഇവിടെ എത്ര വരണം, 500 വരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ നമ്മൾ എഴുതുക, ഹെഡിന്റെ R ലിങ്കിലേക്ക് ആരെ കൊണ്ട് അസൈൻ ചെയ്യുക, ടെമ്പിനെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വന്നു, 500 വന്നു. ഇനി തിരിച്ചുള്ള ഒരു ലിങ്ക്, തിരിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പിൽ നിന്ന് ഹെഡിലേക്ക് വേണമല്ലോ. അങ്ങനെയാണ് നമ്മൾ എങ്ങനെ എഴുതുക, ടെമ്പിന്റെ ഏത് ലിങ്കാണ്, ഈ സൈഡിലല്ല വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കൊടുക്കുക, നമ്മൾ എൽ ലിങ്ക് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കുക, ഹെഡ് എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര വന്നു, ഹെഡിന്റെ അഡ്രസ് എത്ര വന്നു, 100. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വന്നു, 100 വന്നു. ഓക്കെ, അപ്പം ആ 2 കണക്ഷൻസ് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അടുത്ത എന്താ നമുക്ക് വേണ്ടത്, ഈ പറയുന്ന ടെമ്പും പി ടി ആറുമായിട്ടുള്ള 2 കണക്ഷൻസ് സെറ്റ് ചെയ്യണം അല്ലെ. എങ്ങനെയാണ്, ടെമ്പിന്റെ റൈറ്റിൽ പി ടി ആർ വരണം, പി ടി ആറിന്റെ ലെഫ്റ്റിൽ ആര് വരണം, ടെമ്പ് വരണം. അപ്പൊ അത് നമ്മൾ എങ്ങനെ എഴുതുക, ടെമ്പിന്റെ R ലിങ്ക് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കുക, പി ടി ആർ എന്ന് കൊടുക്കുക. അതിന്റെ മീനിങ് എന്താണ്, ടെമ്പിന്റെ റൈറ്റ് ലിങ്ക് അല്ലെ, ഇവിടെ ആര് വരണം, പി ടി ആർ. പി ടി ആർ എത്രയാണ്, 200. അപ്പൊ ഇവിടെ എത്ര ആയി, 200.
ഇനി നേരെ തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്നതിനൊക്കെ തന്നെ PTRന്റെ ലെഫ്റ്റിൽ ആരെ കൊണ്ട് അസൈൻ ചെയ്യുന്ന? ഹെഡ് ആയിരുന്നു. അതിൽ മാറ്റിയിട്ട് ആരെ അസൈൻ ചെയ്യുക? ടെമ്പിനെ അസൈൻ ചെയ്യുക. അപ്പൊ നമ്മൾ അത് എങ്ങനെയായിരിക്കും കൊടുക്കുക? PTRന്റെ അല്ലെ എല്ലിങ്ക് ഈക്വൽ ടു നമ്മൾ എന്തെന്ന് കൊടുക്കുക? ടെമ്പ് എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 100 മാറിയിട്ട് ഇവിടെ എത്രയായിട്ട് മാറി? 500 ആയിട്ട് മാറി. അങ്ങനെ ഈ ഒരു 4 സ്റ്റെപ്പിന്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, ഈ പറയുന്ന ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത് 4ാമത്തെ സ്റ്റെപ്പ്, 5, 6, 7 സ്റ്റെപ്പായി. 8ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഇതാണ് അതിന്റെ ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 4 പോയിന്റ്സ് അല്ലെങ്കിൽ 4 ലൊക്കേഷൻസിലാണ് നമുക്ക് അഡ്രസ്സുകൾ ചേഞ്ചസ് വരുത്തേണ്ടത്. എവിടെയൊക്കെയാണ്? ഹെഡിന്റെ റൈറ്റ് ലിങ്ക് മാറ്റണം അല്ലെ, അതിനൊക്കെ എന്താണ്? ടെമ്പിന്റെ ലെഫ്റ്റ് ലിങ്ക് നിങ്ങൾ മാറ്റേണ്ടി വരും. ദെൻ അതിനൊക്കെ എന്താണ്? ടെമ്പിന്റെ റൈറ്റ് ലിങ്ക് മാറ്റണം, അതിനൊക്കെ തന്നെ PTRന്റെ ലെഫ്റ്റ് ലിങ്ക് നിങ്ങൾ മാറ്റേണ്ടി വരും. ഇതാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നത്. അപ്പം ഇതിനകത്ത് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണെന്ന് പറയാൻ വേണ്ടി ഈ ഒരു ഓപ്പറേഷന്റെ ബിഗിനിങ്ങിലാണ് നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നത്. ബിഗ് ഓഫ് 1. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലിസ്റ്റിനകത്ത് 1000 എലമെന്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഈ 4 സ്റ്റെപ്പേ ചെയ്യുന്നു. 2000 എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ 4 സ്റ്റെപ്പ് ചെയ്യുന്നുള്ളൂ അല്ലെ. 5 എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ 4 സ്റ്റെപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇവിടെ നടക്കുന്ന ഈ ഓപ്പറേഷൻ ആ ലിസ്റ്റിനകത്ത് എത്ര നോഡ് ഉണ്ട് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓൾവേസ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു 4 സ്റ്റെപ്പിനെ മാത്രം നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ മതി. അപ്പൊ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ടൈമിനെയാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല. ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു എന്താണ് ലിസ്റ്റിനകത്ത് എത്ര നോഡ് ഉണ്ട് എന്നുള്ളതിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ എന്താണ്? ഈ ഒരു ഓപ്പറേഷന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് 1, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു കോൺസ്റ്റന്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് പറയുന്നത്. കാര്യം ആകെ ഈ ഒരു 4 സ്റ്റെപ്പുകൾ മാത്രം ചെയ്താൽ മതി. അത് 1000 നോഡാണെങ്കിൽ, 2000 നോഡാണെങ്കിൽ, 500 നോഡാണെങ്കിൽ, 10 നോഡാണെങ്കിൽ, 5 നോഡാണെങ്കിൽ എല്ലാം നമുക്ക് ഈ ഓപ്പറേഷൻ മാത്രമേ, അല്ലെങ്കിൽ ഈ 4 സ്റ്റെപ്പുകൾ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. അതാണ് അതിന്റെ ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, PTR ഈക്വൽ എന്ത് കൊടുക്കും? നമ്മൾ ഹെഡ് ഡോട്ട് ലിങ്ക് എന്ന് കൊടുക്കും. ഹെഡിന്റെ റൈറ്റ് ലിങ്കിലേക്ക് ടെമ്പിനെയും, ടെമ്പിന്റെ ലെഫ്റ്റ് ലിങ്കിലേക്ക് ഹെഡിനെയും. ഓക്കെ, ഈ 2 കണക്ഷനാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തത് ടെമ്പിന്റെ റൈറ്റ് ലിങ്കിലേക്ക് PTRനെയും, PTRന്റെ ലെഫ്റ്റ് ലിങ്കിലേക്ക് ടെമ്പിനെയും. ഇതാണ് ബിഗിനിങ് പോസ്റ്റിൽ നമ്മൾ എന്താണ് ഇൻസേർട്ട് ചെയ്യുന്ന കേസ്. ഇനി അടുത്ത എന്തായിരുന്നു? നമുക്ക് ആദ്യം ബിഗിനിങ് കഴിഞ്ഞാൽ അടുത്ത എവിടെ ഇൻസേർട്ട് ചെയ്യുന്ന കേസ് നമുക്ക് വേണ്ടത്? എൻഡിൽ ഇൻസേർട്ട് ചെയ്യുന്ന കേസാണ് വേണ്ടത് അല്ലെ. അപ്പൊ എൻഡിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ നോഡുകൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത്? എൻഡിൽ വേണം നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട്. എൻഡിൽ ഇൻസേർട്ട് ചെയ്യുന്ന കേസാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ലിസ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ടെമ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഹെഡ്. അപ്പം ഹെഡിനെ മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ. നമ്മൾ അവസാനം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് നോഡ് നമ്മൾ കണ്ടെത്തേണ്ടി വരും അല്ലെ. അപ്പൊ അയാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? PTR എന്നുള്ള പേര്. അപ്പൊ അതെങ്ങനെയായിരിക്കും നമ്മൾ പോവുക? ഈ പറയുന്നതൊക്കെ തന്നെ ഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ PTR ഈക്വൽ നമ്മൾ എന്ത് കൊടുക്കും? ഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ലിങ്ക് വഴി കയറി ഈ നോഡിലെത്തി. ഈ നോഡിനൊരു പ്രത്യേകത ഉണ്ട്. അതിന്റെ റൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നള്ളാണ്. അപ്പൊ അവിടെ എത്തി നമ്മൾ നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ 2 കണക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ മതി അല്ലെ. ഇതാണ് അതിന്റെ ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അപ്പൊ എന്താ, ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ട സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. ഹെഡ് ഉണ്ട്, ടെമ്പ് ഉണ്ട്. ടെമ്പ് നമ്മൾ അവസാനമാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അവിടെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് നോട്ടിൽ നമ്മൾ അറിയണം. ആ നോട്ടിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് എന്താണ്? PTR. ആ PTR നമുക്ക് ഇപ്പൊ അറിയില്ല. ഓക്കെ, നമുക്ക് ആകെ അറിയാവുന്ന ആരെ മാത്രമാണ്? ഹെഡിനെ മാത്രമാണ് നമുക്ക് ആകെ അറിയാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്നതൊക്കെ തന്നെ അതിന്റെ പ്രൊസീജിയർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ടെമ്പിനെ വാങ്ങിയെന്ന് വെക്കുക. അപ്പം നമ്മൾ എങ്ങനെ കൊടുത്തു? ടെമ്പ് ഈക്വൽ ടു ഗെറ്റ് നോഡ് എന്ന് കൊടുത്തു. ഒരു നോഡ് റിക്വസ്റ്റ് വാങ്ങി. ഇനി അതിനകത്തൊരു ഡാറ്റ വാല്യൂ ഉണ്ടെന്ന് നോക്കുക. ഡാറ്റ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തെന്ന് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? ഹെഡ് മാത്രം അറിയാം. ഹെഡിൽ നിന്ന് നമ്മൾ അവസാനത്തെ നോഡ് വരെ എത്തണം. അപ്പൊ ഞാനിങ്ങനെ കൊടുത്തു PTR ഈക്വൽ ടു ഹെഡ് എന്നോ ഹെഡ് ഡോട്ട് ലിങ്ക് എന്ന് കൊടുക്കുക. ഹെഡ് എന്ന് കൊടുത്താണ്, ഹെഡ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്താണ്? റൈറ്റ് ലിങ്ക് കയറി ലാസ്റ്റ് നോഡിൽ എത്തണം. അപ്പൊ ലാസ്റ്റ് നോഡിന്റെ പ്രത്യേകത ഉണ്ട്. അതിന്റെ ലിങ്ക് വാല്യൂ എന്താണ്? റൈറ്റ് ലിങ്കിന്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ അത് എങ്ങനെയായിരിക്കും കൊടുക്കുക? വൈൽ PTR ഡോട്ട് R ലിങ്ക് അല്ലെ. റൈറ്റ് ലിങ്ക് നോക്കുക. റൈറ്റ് ലിങ്ക് നൾ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറയും. നോട്ട് ഈക്വൽ നൾ. അങ്ങനെയാണെങ്കിൽ എന്ന് കൊടുക്കുക? പുതിയ PTR ഈക്വൽ ടു കറന്റ് PTRന്റെ എന്തെന്ന് കൊടുക്കുക? നമ്മൾ R ലിങ്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ PTR എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡായിട്ടാണ് എടുത്തിരിക്കുന്നത്. PTR ഹെഡിനെയാണ്. അയാളുടെ റൈറ്റ് ലിങ്ക് നള്ളാണെന്ന് നോക്കുക. അല്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക?
ഈ പറയുന്ന തൊട്ട് റൈറ്റ് ഇരിക്കുന്ന ആളെ അല്ലെ പി ടി ആർ ഈക്വൽ ടു പി ടി ആർ ഡോട്ട് റൈറ്റ് ഇയാളെ നമ്മൾ എന്തെന്ന് വിളിച്ചു പി ടി ആർ എന്ന് വിളിച്ചു. ഇനി ഇയാളുടെ റൈറ്റ് ലിങ്ക് ആളാണെന്ന് നോക്കുക. അല്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു പുതിയ പി ടി ആർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പി ടി ആറിന്റെ റൈറ്റ് ലിങ്ക്. അപ്പൊ ഇയാളായി നമ്മുടെ പുതിയ പി ടി ആർ. ഇനി ഇയാളുടെ റൈറ്റ് ലിങ്കിന്റെ ആളാണെന്ന് നോക്കുക. അല്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ ഇയാളുടെ റൈറ്റ് ലിങ്കിൽ ഇരിക്കുന്ന ആളെ നമ്മൾ പുതിയ പി ടി ആർ എന്ന് വിളിച്ചു. അപ്പൊ പി ടി ആർ ഇവിടെ എത്തി. ഇനി ഇയാളുടെ റൈറ്റ് ലിങ്കിന്റെ ആളാണെന്ന് നോക്കുക. ആണ് അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു. ഇനി കണക്ഷൻ ഇട്ടാൽ മാത്രം മതി. അപ്പൊ കണക്ഷൻ എങ്ങനെയാ വരേണ്ടത്? ഇത് ബി ടി ആണ്, ഇത് ടെമ്പ്. ഇവരെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? പി ടി ആറിന്റെ റൈറ്റിലാണ് ആര് വരേണ്ടത്? ടെമ്പ് വരേണ്ടത് അല്ലെ. പി ടി ആർ ഡോട്ട് ആർ ലിങ്ക് ഈക്വൽ ടു നമ്മൾ എന്താ അസൈൻ ചെയ്തു? ടെമ്പ് എന്ന് അസൈൻ ചെയ്തു. ഇനി നേരെ തിരിച്ചപ്പം എന്ത് ചെയ്തു? പി ടി ആറിന്റെ റൈറ്റ് ലിങ്കിൽ ആരായിരുന്നു വരുന്നത്? നള്ളായിരുന്നു വരുന്നത്. അത് മാറിയിട്ട് അല്ലെ, മാറിയിട്ട് അവിടെ ആര് വരണം? നമ്മുടെ ഈ പറയുന്ന ടെമ്പിന്റെ അഡ്രസ്. അപ്പൊ ഇവിടെ എത്രയായി? 500. ഇനി നേരെ തിരിക്കുക. എന്താ തിരിക്കുന്നത്? എങ്ങനെയാണ്? ടെമ്പിന്റെ ലെഫ്റ്റിലാണ് ടെമ്പൽ ഗ്ലാസ് നോഡ് ആവുക. ടെമ്പിന്റെ ലെഫ്റ്റ് ലിങ്കിലേക്ക് നമ്മൾ ആരെ അസൈൻ ചെയ്യുക? പി ടി ആറിനെ അസൈൻ ചെയ്യുക. ഇനി ടെമ്പിന്റെ റൈറ്റ് ലിങ്കിൽ എന്തും കൂടെ അസൈൻ ചെയ്യാൻ, നള്ളും കൂടെ അസൈൻ ചെയ്യുക. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് നോർമലി നള്ളായിട്ടായിരിക്കും അവിടെ വരാൻ ചാൻസ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈ രണ്ട് നോഡുകളിനകത്ത് അല്ലെങ്കിൽ ഈ രണ്ട് മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തിയാൽ മതിയായിരുന്നു. ഓക്കെ. ഇതാണ് എന്താണ് എൻഡ് പൊസിഷനിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കേസ്. അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ചോദിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും നമുക്ക് ആൻസർ വരിക? ബിഗ് ഓഫ് എൻ. കാര്യം ഇത് കംപ്ലീറ്റ് ട്രാവലേഴ്സ് ചെയ്തെങ്കിൽ മാത്രമേ ട്രാവൽ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ എത്തത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് 100 നോട്ട്സ് ഉള്ളപ്പോൾ ഉള്ള ടൈം ആയിരിക്കത്തില്ല എന്താന്ന് പറയുന്നത് 200 നോട്ട്സ് ഉള്ളപ്പോൾ ഉള്ളത്. അതായിരിക്കത്തില്ല നമുക്ക് 10 നോട്ട്സ് ഉള്ളപ്പോൾ. അതിപ്പം നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നതിന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഓപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എത്ര ആയിരിക്കും? ബിഗ് ഓഫ് എൻ ആയിരിക്കും നമുക്ക്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് എൻഡ് പൊസിഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് കീ പൊസിഷൻ ആണ്. അപ്പൊ കീ പൊസിഷൻ എന്താണെന്നുള്ള ഏകദേശം ഐഡിയ ഉണ്ട്. അപ്പൊ ഇവിടെ ഞാനൊരു കീ പൊസിഷൻ എന്ന് പറഞ്ഞ ഒരു നോഡിനകത്ത് ഡാറ്റ നമുക്ക് തരും. ആ ഡാറ്റ ഇരിക്കുന്നതിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ കീ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ആ കീ ഇരിക്കുന്ന നോഡിനെ നമ്മൾ കണ്ടെത്തുക. അപ്പൊ ഈ നോഡാണ് നോക്കുക. ഓക്കെ. അപ്പം അടുത്ത നോഡ് നമ്മൾ കണ്ടെത്തി. അതിന്റെ റൈറ്റ് ഇരിക്കുന്ന നോഡ് നമ്മൾ കണ്ടെത്തി. ഇനി ഇവർക്കിടയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ടെമ്പിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത്. ഇതാണ് അതിന്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അഡ്രസ് ഒരു 200 ആണ്, അല്ലെങ്കിൽ 200 ഉണ്ട് ഇവിടെ. ഓക്കെ. അപ്പൊ അതൊരു 500 ആണെന്നുണ്ടെങ്കിൽ കണക്ഷൻ എങ്ങനെ വരണം? ഈ ഇവിടെ രണ്ട് കണക്ഷൻസും വരണം, ഇവിടെ രണ്ട് കണക്ഷൻസും വരണം. എങ്കിൽ മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ? കണക്ഷൻ ആവും. അപ്പൊ എങ്ങനെ കണക്ഷൻ വരണ്ടേ? പി ടി ആർ 1 ടെമ്പുമായിട്ടൊരു കണക്ഷൻ, ദെൻ ടെമ്പും പി ടി ആർ 2 ആയിട്ടൊരു കണക്ഷൻ ഉണ്ട് നമുക്ക് വേണം. ഓക്കെ. നമുക്ക് പക്ഷേ ഇതിനകത്ത് ആകെ അറിയാവുന്ന ഹെഡിന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ടെമ്പിനെ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിയെന്ന് വെക്കാം. അപ്പൊ ഞാനിവിടെ കൊടുത്ത് ടെമ്പ് ഈക്വൽ ടെമ്പ് കൊടുത്തു ഗെറ്റ് നോഡ് എന്ന് പറഞ്ഞു. അപ്പൊ ടെമ്പ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ പി ടി ആർ 1 അല്ലേ എത്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? പി ടി ആർ 1 ഈക്വൽ ടു ഞാൻ എന്ത് കൊടുത്തു? ഹെഡ് ഡോട്ട് ലിങ്ക് എന്ന് പറഞ്ഞു. അത് നമുക്ക് തന്നിരിക്കുന്ന ഒരു കീ തന്നിട്ടുണ്ട്. ആ കീ നോക്കി പോവുക. കീ എപ്പോൾ കാണുന്നുണ്ട് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്ന കീ ഉണ്ട് എന്നുള്ള മീനിങ്ങിലാണ്. അപ്പൊ ഞാൻ കൊടുത്തു വൈ പി ടി ആർ ഡോട്ട് പി ടി ആറിന്റെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഡാറ്റ വാല്യൂ ആണ് നോക്കേണ്ടത്. അപ്പം പി ടി ആർ ഡോട്ട് ഡാറ്റ നോട്ട് ഈക്വൽ ടു എന്ത് കൊടുക്കുക? കീ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ റൈറ്റിലേക്ക് പോകാൻ പറയാം. അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കുക? പി ടി ആർ 1 ഈക്വൽ ടു പി ടി ആർ 1 ഡോട്ട് ആർ ലിങ്ക് എന്ന് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ സെനാരിയോ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകുന്നത്. ആദ്യം പി ടി ആർ 1 എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹെഡ് ഡോട്ട് ലിങ്ക് അല്ലെ, പി ടി ആർ 1. ഇനി അതിന്റെ ഡാറ്റ വാല്യൂ കീ ആണോ നോക്കുക. കീ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വേണ്ടി ഇവിടെ എന്താണ് കീ ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി ടി ആർ 1 കിട്ടി. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പി ടി ആർ 1 യൂസ് ചെയ്തിട്ട് പി ടി ആർ 2 കണ്ടെത്തുക. അപ്പൊ പി ടി ആർ 2 എന്ന് പറയുന്നത് എന്താണ്? പി ടി ആർ 1 റൈറ്റ് ലിങ്ക് അല്ല, ലിങ്ക് എന്ന് പറയുന്നത് റൈറ്റ് ലിങ്ക് എന്ന് പറയുന്നത്. ഇത് പി ടി ആർ 2 കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമ്മളിവിടെ ടെമ്പിനെ കൊണ്ടുവന്ന് വെച്ചു. ഇനി കണക്ഷൻസ് ഇടുക. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് കണക്ഷൻസ് ഇടാം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷൻസ് ഇടാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് പി ടി ആർ 1, ഇത് ടെമ്പ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? പി ടി ആർ 1 അല്ല റൈറ്റ് ലിങ്ക് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കുക? ടെമ്പ് എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വന്നു? ഇതൊരു 500 ആണെന്നുണ്ടെങ്കിൽ ഈ 400 മാറിയിട്ട് ഇവിടെ എത്ര വന്നു? 500 വന്നു. ഇനി നേരെ തിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ടെമ്പിന്റെ ലെഫ്റ്റ് ലിങ്ക് അസൈൻ ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കുക? ടെമ്പിന്റെ എൽ ലിങ്ക് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുത്തു? പി ടി ആർ 1 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എത്രയാണ്? ഈ നോഡിന്റെ അഡ്രസ് എത്രയാണ്? 200. ഓക്കെ. അവിടെ രണ്ട് കണക്ഷൻസ് നമ്മൾ സെറ്റ് ചെയ്തു. ഈ രണ്ട് കണക്ഷൻസ്. ഇനി അടുത്ത എന്താണ്? ടെമ്പും പി ടി ആർ 2 ആയിട്ടുള്ള കണക്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കുക? ടെമ്പിന്റെ റൈറ്റ് ലിങ്ക് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുത്തു? പി ടി ആർ 2 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരിക? പി ടി ആർ 2 എന്ന് പറഞ്ഞാൽ 400 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 400 ഉണ്ട്. ഈ ഒരു കണക്ഷൻ ആയി. ഇനി നേരെ തിരിച്ചൊരു കണക്ഷൻ്റെ വരണം.
എന്താണ് PTR2ന്റെ ലെഫ്റ്റിലേക്ക് ആരെ അസൈൻ ചെയ്യണം? ടെമ്പിനെ അസൈൻ ചെയ്യണം. കാര്യം ഇങ്ങനെ കണക്ഷൻസും വേണമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കുക? ഓക്കെ, ആ നോഡിന്റെ പേരെന്തായിരുന്നു? PTR2 അല്ലെ. ഞാൻ കൊടുത്തു PTR2 ഡോട്ട് അല്ലെ, ലെഫ്റ്റിലല്ലേ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കുക? ലെഫ്റ്റ് ലിങ്ക് ഈക്വൽ ടു ഞാൻ എന്ത് കൊടുത്തു? ഈ പറയുന്നതൊക്കെ തന്നെ ടെമ്പ് എന്ന് പറയും. അവിടെ 2 കണക്ഷൻസ്. അപ്പൊ ഇവിടെ നമുക്ക് 4 പോയിന്റേഴ്സ് എന്ത് ചെയ്യും? ചേഞ്ചസ് വരും. മീൻസ് ആ 4 അഡ്രസ്സുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. പോയിന്റേഴ്സ്, പോയിന്റർ എന്ന് പറഞ്ഞാൽ അഡ്രസ് ഹോൾഡ് പറ്റുന്ന പോർഷനാണ് പോയിന്റർ എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താണ് ഈ പറയുന്നത് തന്നെ PTR1ന്റെ റൈറ്റ് ലിങ്ക് മാറുന്നുണ്ട്, ടെമ്പിന്റെ ലെഫ്റ്റ് ലിങ്ക് അപ്ഡേറ്റ് ആവുന്നുണ്ട്, ദെൻ ടെമ്പിന്റെ റൈറ്റ് ലിങ്ക് അപ്ഡേറ്റ് ആവുന്നുണ്ട്, PTR2ന്റെ എന്താണ് ലെഫ്റ്റ് ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 4 പോയിന്റേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കീ പോസ്റ്റിൽ ഇൻസേർഷൻ എന്ന് പറയുക. സോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു.